അങ്ങനെ രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ അടി പൊട്ടിയിരിക്കുകയാണ്. അതായത് ഒരു സ്പൂണ് അത് ലിവിംഗ് ഏരിയയുടെ ഭാഗത്ത് അവിടെ എവിടെയോ ആരോ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്പൂണ്. അത് യഥാർത്ഥത്തിൽ വാഷ് ചെയ്യുന്ന സ്ഥലത്ത് വെസൽ ടീമിന് എടുക്കാൻ പാകത്തിന് കിച്ചണിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും ആണല്ലോ വെക്കേണ്ടത്. അപ്പോൾ ഇത് ഹാളിൽ മറ്റെവിടെയോ കൊണ്ട് വെച്ചിരുന്ന കാരണം അവിടെ വന്നിട്ട് നമ്മുടെ ശൈത്യമൊക്കെ അത് പറയുന്നുണ്ട്, ആരാണ് അവിടെ കൊണ്ട് വച്ചതെന്നറിയില്ല, താൻ ക്യാപ്റ്റൻ അല്ലേ, ആരാണെന്ന് വെച്ചാൽ അത് തിരിച്ച് വെസൽ ടീമിൻ്റെ അവിടെ കൊണ്ട് വെക്കാൻ പറ, ഞങ്ങൾക്ക് വാഷ് ചെയ്യുന്നിടത്ത് എത്തിയാലേ ഞങ്ങൾ വാഷ് ചെയ്യുള്ളൂ, ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ അനീഷ് പറഞ്ഞു, അതൊന്നും ആദ്യം ആരാ കണ്ടത്, ശൈത്യല്ലേ കണ്ടത്, അങ്ങ് എടുത്തുകൊണ്ട് വെച്ചാൽ മതി. ഇപ്പോൾ നമ്മളെ വീട്ടിലാണെങ്കിൽ ഒരു സാധനം എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് ആര് കൊണ്ട് വെച്ചു എന്ന് അന്വേഷിച്ച് പോയില്ലല്ലോ, നമ്മൾ കണ്ടാൽ നമ്മൾ അങ്ങോട്ട് എടുത്ത് വെക്കില്ലേ, അതുപോലെ ഇയാളങ്ങ് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ശൈത്യ പറഞ്ഞു എനിക്ക് സൗകര്യമില്ല. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ശാരിക പറഞ്ഞു, ഇത് സ്വന്തം വീടൊന്നും അല്ലല്ലോ, ഇവിടെ ഇപ്പം സ്വന്തം വീട്ടിലാണെങ്കിൽ വെസൽ ടീമും കിച്ചൺ ടീമും അല്ലെങ്കിൽ ക്ലീനിങ് ടീമും ഒക്കെ ഉണ്ടോ, ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ അല്ല ബിഗ് ബോസ് വീട്. ബിഗ് ബോസ് വീടിനകത്ത് അവരവരുടെ ഡ്യൂട്ടി അവരവർ തന്നെ ചെയ്യണം. അത് ആരാണോ അവിടെ കൊണ്ടുവച്ചത് ആ ആൾ തന്നെ എടുത്തുകൊണ്ട് വയ്ക്കണമെന്ന് ശാരിക പറയുന്നുണ്ട്. അപ്പം ഇദ്ദേഹം പറയുന്നു, അനീഷ് പറയുന്നു, ബേസിക് മാനേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. നമ്മളൊരു സാധനം ശരി ആരോ കൊണ്ടുവച്ചു, മറന്നുപോയതായിരിക്കാം, അവിടെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്കെടുത്ത് അങ്ങോട്ട് വെക്കാവുന്നതല്ലേ ഉള്ളൂ, ഒരു സ്പൂണല്ലേ. അത് ഒരു ബേസിക് മാനേഴ്സ് ആണ്, അതെല്ലാവരും പഠിച്ചിരിക്കണം, അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അനീഷ് ഒരേ സ്റ്റാൻഡിൽ നിൽക്കുന്നു. ഈ സമയത്ത് നമ്മളെ കഴിഞ്ഞ ദിവസം ആക്റ്റീവ് അല്ലെന്ന് പറഞ്ഞ് എല്ലാവരും ഈ ഒരു അവസരം ആക്റ്റീവ് ആവാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ ബിൻസി വരുന്നു, അതുപോലെ തന്നെ നമ്മളെ ബിന്നി വരുന്നു, അതുപോലെ ശൈത്യ, കൂട്ടത്തിൽ നമ്മുടെ ശാരികയുണ്ട്, അവരുടെയൊക്കെ ലീഡർ എന്ന് പറയാവുന്ന തരത്തിൽ ഇവരെല്ലാവരും കൂടെ വളഞ്ഞിട്ട് നമ്മുടെ അനീഷിനെതിരെ ആക്രമണം അഴിച്ചുവിടുകയാണ്. അനീഷ് ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്നു ഇവരോട്. അതിനുശേഷം അല്പം കഴിഞ്ഞപ്പോൾ ഒരു പാട്ടങ്ങ് പാടാൻ തുടങ്ങി. ആക്ച്വലി അനീഷ് നിൽക്കില്ല കേട്ടോ, ഇവർ അനീഷിന്റെ കൂടെ നടന്നവർക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. അനീഷ് പ്രൊവോക്ക് ചെയ്ത് ട്രിഗർ ചെയ്ത് ഇവരിട്ട് വട്ടം കറക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇവർ അനീഷിന് പറയാനുള്ള എല്ലാം പറഞ്ഞതിന് ശേഷം ഒരു സിനിമാ പാട്ടും പാടി അനീഷ്, എനിക്ക് തോന്നുന്നു വേടന്റെ പാട്ടാണെന്ന് തോന്നുന്നു, ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇവർ ആക്ച്വലി ആ ഒരു ഫ്രസ്ട്രേഷൻ മൂഡിൽ നിൽക്കുകയാണ്. ലൈവ് അപ്ഡേറ്റുകളാണ്, ലൈവിൽ ഇപ്പോൾ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് എത്രയും പെട്ടെന്ന് വീണ്ടും എത്താം. ബൈ.